ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് സ്കൂളിലെ കലോത്സവത്തിന് ബീഡ്സ് വർക്കിന് ഒരു മത്സരം ഉണ്ടായിന്. എനിക്ക് ഇതെല്ലാം ഭയങ്കര ഇഷ്ടമാണെങ്കിലും ഇതൊന്നും എനിക്ക് ചെയ്യാൻ അറിയില്ലായിരുന്നു ആ സമയത്ത്. അങ്ങനെ ഞാൻ ചെയ്യാൻ അറിയില്ലെങ്കിലും ഫുൾ അവേഴ്സിൽ ഞാൻ ആ മത്സരത്തിന് കൂടി. എന്റെ കൂടെ ഫ്രണ്ട്സ് ആരും കൂടിയിട്ടുണ്ടായില്ല, ഞാൻ മാത്രമേ കൂടിയിട്ടുണ്ടായുള്ളൂ. അപ്പൊ എന്റെ കയ്യിൽ കല്ലയോ മുത്തോ ഒന്നുമില്ല. അപ്പൊ ഞാൻ എന്താക്കി വിചാരിച്ചാൽ എന്റെ വീട്ടിലെ കുറച്ച് പഴയ മാലയും അതുപോലെ തന്നെ വേറെ എന്തെങ്കിലുമൊക്കെ പണ്ടത്തെ കല്ലുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ മാലയെല്ലാം പൊട്ടിച്ച് ഞാൻ കല്ല് എടുത്തിട്ട് പോയി. എല്ലാ കുട്ടികളും കല്ല് വാങ്ങിയിട്ടൊക്കെയാണ് പോയത്, ഞാൻ മാത്രം ഇങ്ങനെ വീട്ടിൽ നിന്ന് പൊട്ടിച്ചിട്ടൊക്കെ എടുത്തിട്ട് പോയി. കാരണം എനിക്കിതിനെ കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. അങ്ങനെ മത്സരത്തിന് പോയ സമയത്ത് എന്റെ ചുറ്റും ഇരുന്ന എല്ലാവരും നല്ല അടിപൊളിയായിട്ടാക്കി. മാലയും വളയും കമ്മലും പാദസരും അങ്ങനെ തുടങ്ങി എല്ലാം ആക്കി. ഞാൻ മാത്രം ഒരു മാലയിലും കൈച്ചേനിലും അവിടെ പിടിച്ചു നിൽക്കുക, കാരണം എനിക്കൊന്നും അറിയില്ല. അങ്ങനെ ഞാൻ ഉണ്ടാക്കിയതാണെങ്കിലോ അസല് ബഗ്ഡായിട്ട് ഒന്നും കാണാൻ രസമില്ല എന്നുള്ള രീതിയിൽ, കാരണം തൊട്ടാ പൊട്ടുന്ന രീതിയിലുള്ള മാലയൊക്കെയാണ് ഞാൻ ഉണ്ടാക്കിയത്. എനിക്കിതിനെ കുറിച്ച് വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ട് തന്നെ. പക്ഷെ നമ്മുടെ ഈ ഹോളില് നമ്മൾ ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ അവിടെ തന്നെ വെച്ച് നമുക്കൊരു നമ്പർ തന്ന് ടീച്ചേഴ്സ് വന്ന് മാർക്ക് ഇട്ടിട്ട് പോവുക ചെയ്യാം. അപ്പൊ ഈ ഉണ്ടാക്കിയ സാധനം എല്ലാം ഹോളിൽ തന്നെ വെക്കണം. അങ്ങനെ ഞാൻ ഈ മത്സരമൊക്കെ കഴിഞ്ഞ് ഞാൻ ആ സാധനമൊക്കെ ഹോളിൽ വെച്ച് ക്ലാസ്സിൽ പോയ സമയത്ത് എന്നോട് ഫ്രണ്ട്സ് പറഞ്ഞു നമുക്കത് നോക്കാൻ പോവാൻ, നീ ഉണ്ടാക്കി നമുക്ക് കാണിച്ചു തരുമോ എന്ന് ചോദിച്ചു. അപ്പൊ എനിക്കാണെങ്കിൽ ഇത് അവർക്ക് കാണിച്ചു കൊടുക്കാൻ ഭയങ്കര മടി, കാരണം ഞാൻ ഉണ്ടാക്കി ഒട്ടും രസമില്ല. അപ്പൊ അവരെ കളിയാക്കുമെന്ന് പേടിച്ചിട്ട് എനിക്ക് അത് കാണിച്ചു കൊടുക്കാൻ ഭയങ്കര മടി. പക്ഷെ ഇവരാണെങ്കിൽ അങ്ങോട്ട് പോയേ പറ്റൂന്ന് വാശി പിടിച്ചു. അങ്ങനെ ഞാൻ ഇവരെയും കൊണ്ട് അവിടത്തേക്ക് പോയി. എന്നിട്ട് എന്റെ സാധനത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു, അയ്യോ ഇതാണ് എന്റെ സാധനം, ഇതിന്റെ ഞാൻ കുറേ സാധനം ആക്കിയിട്ടുണ്ടായി, ഒന്നും കാണുന്നില്ല, ആരോ കട്ടുകൊണ്ട് പോയി, ഞാൻ ഇവിടെ വെച്ചിട്ട് പോയതെല്ലാം നല്ല മാലയും വാളയും എല്ലാം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അവരത് വിശ്വസിക്കുകയും ചെയ്തു. പിന്നെ നമ്മളെല്ലാരും കൂടി ഞാൻ ഉണ്ടാക്കിയ സാധനം പരതാൻ തുടങ്ങി. എന്നാൽ ഇത് ആരായിരിക്കും എടുത്തിട്ടുണ്ടാവുക എന്ന് വിചാരിച്ചു ഞാൻ അവിടെ വമ്പൻ നാടകം ഇറക്കി. കാരണം എനിക്ക് ഞാൻ ഉണ്ടാക്കിയ സാധനങ്ങൾ അവരെ കാണിക്കാൻ യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. കാലം കുറെ കഴിഞ്ഞിട്ട് ഇപ്പൊ എനിക്ക് ഈ മുത്തും കല്ലയും ഒക്കെ കാണുമ്പോൾ അതാണ് കേട്ടോ ഫസ്റ്റ് ഓർമ്മ വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ അനുഭവം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ. ബൈ ദ ബൈ, ഞാനിവിടെ ഉണ്ടാക്കിയത് ഒരു യെല്ലോ കൈച്ചെയിനാണ് കേട്ടോ. അപ്പൊ ഇഷ്ടപ്പെട്ട എല്ലാവരും ജസ്റ്റ് ഒന്ന് ലൈക്കും കമന്റും ഒക്കെ ചെയ്യണേ. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഹായ് മിൻഹക്കും അലീന AR ക്കും ഹൃദയ ഹരികുമാറിനുമാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും ബൈ.